लहु अजरमियत शहीद दश्त तो दश्त है दरिया भी न छोड़े हमने, बहर जुल्मात पे दौड़ा दिया घोड़ा हमने. ആദരണീയരായ ഈ മഹത്തായ പ്രതിഷേധ സംഗമത്തിൽ സന്നിധരായിരിക്കുന്ന വിവിധ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രഗത്ഭരായ നേതാക്കളെ, ആദരണീയരായ പ്രിയങ്കരനായ നമ്മുടെ നേതാവ് UT ഖാദർ സാഹിബ്, ആദരണീയരായ കിന്യ തങ്ങളടക്കമുള്ള ഒരുപാട് പ്രഗത്ഭരായ നേതാക്കളെ, ഉലമാക്കളെ, മറ്റു ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ മനോഹരമായ ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഒരുപാട് സമയമായി ഈ കത്തുന്ന വെയിലിലും ചോരാത്ത ആവേശവുമായി ഇന്ത്യ രാജ്യത്തിനു വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ പോരാട്ടങ്ങൾ മുഴുവനും വിജയത്തിൻ്റെ ഓരോ പടികളാണെന്ന് ഓരോ ദിവസം കഴിയും തോറും വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് അതാണ്. നമ്മളെ പേടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ത്യ രാജ്യത്തിനകത്ത് പേടിച്ചുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ പോലും പങ്കെടുക്കാനാകാത്ത വിധം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എൻ്റെ തൊട്ട് മുമ്പ് പ്രിയങ്കരനായ ഞങ്ങളുടെ നാട്ടുകാരൻ വളരെ മനോഹരമായ ബാലകൃഷ്ണൻ സാർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി 2 രക്തസാക്ഷികളെ സംഭാവന ചെയ്തത് ഈ മംഗലാപുരമാണ്. 2 പേരെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഇവിടുത്തെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ കർണാടക ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും കരുതിയത് അതോടുകൂടെ സമരത്തിൽ നിന്നെല്ലാം പിന്മാറി നമ്മളെല്ലാം വീട്ടിലിരിക്കുമെന്നതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷവും ഒരുപാട് സമരങ്ങൾ ഈ കർണാടകയിൽ അരങ്ങേറി. ഒരു പ്രകോപനവുമില്ലാതെ മംഗലാപുരത്ത് 2 പേരെ വെടിവെച്ച പോലീസിന് പിന്നെ തോക്ക് പൊന്തിക്കാനുള്ള ധൈര്യം വരാത്തത് എന്തുകൊണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൊന്നു തീർക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ മറുതലക്കെന്ന് രാജ്യത്തെ 130 കോടിയോളം വരുന്ന ജനത മുഴുവനും ഈ പവിത്രമായ മണ്ണിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന ആ വലിയ ഒരു സത്യത്തിൻ്റെ മുന്നിലാണ് ഈ ഗവൺമെൻറ് തോറ്റുപോയത്. നമ്മൾ ഒറ്റക്കാകുമെന്ന് ഗവൺമെൻറ് കരുതിയതെങ്കിൽ ആ കരുതിയ ആളുകൾ മാത്രം ഒറ്റക്കാവുകയും രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തവർ പോലും തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ നിയമത്തിൻ്റെ കൂടെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് പേടിച്ചു പിന്മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എല്ലാ കാലത്തും ഫാഷിസം തോറ്റിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ആ വിജയം വരെയും ഒരു ശക്തിയുടെ മുന്നിലും പേടിക്കാതെ മുട്ടുപറക്കാതെ സ്വാതന്ത്ര്യ സമരകാലത്ത് നട്ടെല്ല് നിവർത്തിപ്പിടിച്ച ഒരു ജനതയുടെ പിൻതലമുറ അഭിനവ ഫാഷിസ്റ്റുകളുടെ മുന്നിലും അതേ ഇസ്സത്തോടുകൂടെ അതേ അന്തസ്സോടുകൂടെ തല ഉയർത്തി തന്നെ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി
ഈ പോരാട്ട ഭൂമികളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തരത്തിൽ ഈ പോരാട്ടം മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണ്. നോക്കൂ, ദേർലക്കട്ടയിൽ ഈ സദസ്സ് നിങ്ങൾക്കൊരു പക്ഷേ ഇതിൻ്റെ വലുപ്പം എത്രയുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല. ഈ വലിയ ജനാവലിയുടെ അറ്റം ഞാൻ ഇവിടെ ഈ സ്റ്റേജിൻ്റെ മേലെ ഈ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അങ്ങേ തലക്കൽ ഈ സദസ്സിൻ്റെ അറ്റം കാണാത്ത വിധത്തിൽ വളരെ വലിയ ഒരു ജനസാഗരമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് ഓരോ നാട്ടിലും കാണുന്ന കാഴ്ചയാണ്, ഓരോ നാട്ടിലും കാണുന്ന കാഴ്ചയാണ്. മംഗലാപുരം നഗരത്തിൽ ആത്മാർത്ഥതയോടുകൂടെ രാജ്യത്തിനു വേണ്ടി ഒത്തുകൂടാൻ ഇപ്പോഴും ഗവൺമെന്റ് കൃത്യമായ ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടില്ല. ഞങ്ങൾ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ പോരാട്ടം ഈ ജില്ലയുടെ ആസ്ഥാനത്ത് ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ തടിച്ചു കൂട്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ട രംഗത്ത് തുടരുക തന്നെ ചെയ്യും. മടുത്തു പിന്മാറുമെന്ന് കരുതിയെങ്കിൽ കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഈ സമരത്തിൽ തോറ്റു പിന്മാറുമെങ്കിൽ അത് മോദിയും അമിത്ഷയും മാത്രമായിരിക്കുമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിൻ്റെ വളരെ മനോഹരമായ ഈ ത്രിവർണ്ണ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ജനത ഉയർത്തി പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ എത്ര കൃത്യമാണ്. ലാഘവത്തോടുകൂടെ നിങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യം വേണമെന്നാണ്, ഫാഷിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ്, എല്ലാവിധ അനീതികളിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നാണ്, ഭരണകൂട ഭീകരതയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ്, NRCയിൽ നിന്ന് CAയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ്. ഇതാരാവശ്യപ്പെടുന്നത്? ഈ രാജ്യത്തെ ജനങ്ങളാണ്. ഈ സമരത്തിന് മതത്തിന്റെ നിറമില്ല പ്രിയപ്പെട്ടവരെ, ജാതിയുടെ നിറമില്ല പ്രിയപ്പെട്ടവരെ. തെരുവിലിറങ്ങിയ ആളുകളെ അവരുടെ വേഷം കണ്ടാ തിരിച്ചറിയാമെന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, മിസ്റ്റർ നരേന്ദ്രമോദിയാണ്. സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, 15 വർഷം നിങ്ങൾ ഭരിച്ച ഗുജറാത്ത് അല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തെറ്റുപോയിരിക്കുന്നു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. രാജ്യത്തിന്റെ ക്യാമ്പസുകൾ ഉണർന്നു. എല്ലാവരും പൂണൂലിട്ട ബ്രാഹ്മണർ പോലും കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. അവർ ഈ പറയുന്നത് എന്താ? ഞങ്ങളെ വേഷം കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാനാകുമോ? ഹൈന്ദവ സഹോദരിമാർ പർദ്ദ ധരിച്ചുകൊണ്ട് സമരത്തിനിറങ്ങി. എന്നിട്ട് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയാനാകുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നത് ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പയറ്റിയ തന്ത്രമായിരുന്നു. ഒരളവോളം അവർ ജയിച്ചിരുന്നു. ആധുനിക ഇന്ത്യയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നാണ് ഇവിടെ തടിച്ചുകൂടിയ ഈ പുരുഷാരത്തിന് പറയാനുള്ളത്. എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ, അവർ ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടുണ്ട്. NRC എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രാജ്യസഭക്കത്ത് അകത്ത് വെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയാ പറഞ്ഞത്, ഈ രാജ്യത്തെ ഈ പറയുന്ന നിയമത്തില് ഒരു മുസ്ലിമും പേടിക്കേണ്ടതില്ല. അന്ന് നമ്മൾ പറയാൻ ആഗ്രഹിച്ച ഒരു മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി പ്രിയങ്കരനായ കപിൽ സിബല് രാജ്യസഭക്കകത്ത് തന്നെ അമിത്ഷയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരൽപ്പം മുമ്പ് പറഞ്ഞുവല്ലോ ഈ നിയമത്തെ മുസ്ലിങ്ങൾ ആരും പേടിക്കേണ്ടതില്ലെന്ന്. ഈ രാജ്യത്തെ ഒരു മുസൽമാനും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. എന്റെ വിഷയം അതല്ല പ്രിയപ്പെട്ടവരെ. എന്റെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 70 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനകരമായ കാര്യമാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഭൂരിപക്ഷ സമുദായത്തെ കൂടെ കൂട്ടാനാണ്. മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ഏതായാലും പേടിക്കേണ്ടതില്ല, ക്രൈസ്തവരേതായാലും പേടിക്കേണ്ടതില്ല, സിഖുകാരേതായാലും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നോളൂ എന്നാണ് ആഭ്യന്തരമന്ത്രി കരുതിയതെങ്കിൽ രാജ്യത്തിന്റെ ജനത തിരിച്ചറിഞ്ഞു. ഞാനൊരു സഹോദരൻ, പ്രഗത്ഭനായ ഒരു ചിന്തകന്റെ ഒരു പോസ്റ്റ് വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, യു ആർ എ ഹിന്ദു as long as there are Muslims in this country. Once they are gone, you will not be a Hindu anymore. You will be Brahmins, Kshatriyas, Vaishyas, Shudras, Dalits, Untouchables, etc. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഹൈന്ദവ സഹോദരന്മാരോടാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളെ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിങ്ങളുള്ള കാലത്തോളം മാത്രമേ നിങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം, മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ
പിന്നെ ഹിന്ദു എന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. പിന്നെ ബാക്കി ഉണ്ടാവുന്നവർ അവർ കളം വരച്ച് ആളുകളെ വേർതിരിക്കാൻ തുടങ്ങും. ഞങ്ങൾ ബ്രാഹ്മിൻസ് ആണ്, നിങ്ങൾ ക്ഷത്രിയരാണ്, മറ്റുള്ളവർ വൈശ്യരാണ്, അപ്പുറത്തുള്ളവർ ശൂദ്രരാണ്. ശൂദ്രരായ ആളുകൾ വഴിമാറി നടക്കേണ്ടി വരും. പൊതുവായ സ്ഥലങ്ങളിൽ ഒന്നിച്ചിരിക്കാനോ പൊതുവായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനോ പറ്റാത്ത വിധം പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വൃത്തികെട്ട ജാതീയമായ സംവിധാനം, ആ സംവിധാനത്തെ ഈ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. NRC വരുമ്പോ കടലാസ് ചോദിക്കുന്നത് മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാവരോട് ചോദിക്കും, ഓരോരുത്തരോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ എന്നതാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ? ഞാനൊരു ഉദാഹരണത്തിന് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ദേർലക്കട്ടയിലെ ഒരു ജോസഫ് എന്ന സഹോദരനോട്, അല്ലെങ്കിൽ ഒരു ശേഖരൻ എന്ന സഹോദരനോട് NRCയുടെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് എന്താ? നിങ്ങൾ ഇന്ത്യക്കാരനാണോ? എത്രമേൽ അപമാനകരമായ ചോദ്യമാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയിട്ട് 72 വർഷം പിന്നിടുമ്പോ ഈ രാജ്യത്തെ ജനതയോട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാൻ ഈ ഗവൺമെന്റിന് ആരാധികാരം തന്നിട്ടുള്ളത്? അധികാരം നൽകിയത് ഭരണഘടനയാണെങ്കിൽ, ഭരണഘടനയ്ക്ക് അധികാരം നൽകിയത് ജനങ്ങളാണെങ്കിൽ, ജനങ്ങൾ എന്ന് പറയുന്നത് ഈ തടിച്ചുകൂടിയ പുരുഷാരമാണെങ്കിൽ, ഞങ്ങൾ ഉറക്കെ ഒരേ കണ്ടനാളത്തോടുകൂടെ പറയട്ടെ, ഞങ്ങൾ തന്ന അധികാരത്തെ അതിലേറെ വേഗതയിൽ തിരിച്ചെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയുമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് മാത്രമുള്ള ചോദ്യമല്ല. ഇത് ജോസഫിനോട് ചോദിക്കുമ്പോ രേഖ കാണിക്കണം. എന്താ കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ്, പാസ്പോർട്ട് പൗരത്വത്തിന്റെ തെളിവല്ല. അമേരിക്കയിൽ പോകുമ്പോ നിങ്ങൾ ഇന്ത്യക്കാരനാണ്, എന്താ തെളിവ്? നിങ്ങളെ പാസ്പോർട്ടാണ്. നിങ്ങൾ ലണ്ടനിലേക്ക് പോകുമ്പോ നിങ്ങൾ ഇന്ത്യക്കാരനാണ്, എന്താ തെളിവ്? നിങ്ങളെ പാസ്പോർട്ടാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്നതിന് നിങ്ങളെ പാസ്പോർട്ട് മതിയാവില്ലത്രേ. പിന്നെന്താ കയ്യിലുള്ളത്? എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്. ഒരു മൊബൈൽ ഫോണിന്റെ സിം വാങ്ങണമെങ്കിൽ ആധാർ വേണമെന്ന് പറഞ്ഞു. റേഷൻ കാർഡ് എടുക്കണമെങ്കിൽ ആധാർ വേണമെന്ന് പറഞ്ഞു. ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞു. ഓരോന്നിനും ജീവിതത്തിന്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഓരോന്നും പാൻ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ എല്ലാം ആധാറുമായിട്ട് ബന്ധിപ്പിച്ചു. ഞാൻ ആ ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ ആധാർ കാർഡ് കാണിച്ചിട്ട് പറയും, ഞാൻ ഇന്ത്യക്കാരനാണ്, എൻ്റെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ട്. അപ്പോഴെന്താ പറയുന്നത്? ആധാർ പൗരത്വത്തിന്റെ തെളിവല്ല. അപ്പൊ പറഞ്ഞു, എൻ്റെ കയ്യില് വോട്ടർ ID ഉണ്ട്. ഈ വോട്ടർ ID വെച്ച് ഒരുപാട് ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്ത എൻ്റെ ID കാർഡാണ്. ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്, ജനങ്ങള് വോട്ടർ ID ഉപയോഗിച്ച് വോട്ട് ചെയ്തപ്പോഴാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അധികാരം കയ്യിൽ വന്നപ്പോ അതേ ഗവൺമെന്റ് പറയുകയാ, നിങ്ങളെ കയ്യിലുള്ള വോട്ടർ ID പൗരത്വത്തിന്റെ തെളിവല്ല എന്ന്. പിന്നെ ചോദിക്കുന്നത്, എന്താ നിങ്ങളെ കയ്യിൽ വേറെ ഡോക്യുമെന്റ്സ് ഉള്ളത്? നിസ്സഹായനായി, ഒന്നുമില്ല, എന്താ കാണിക്കേണ്ടത്? അപ്പൊ പറയുന്നു, 1971 മാർച്ച് 24 മുമ്പ് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ രേഖ കാണിക്കണം. അപ്പൊ പറഞ്ഞു, ഞാൻ ജനിച്ചത് 1980 അല്ലെങ്കിൽ 85. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഫാദർ, നിങ്ങളുടെ അച്ഛൻ ആ കാലത്ത് ജനിച്ച ആളാണ് എന്നതിന്റെ രേഖ കാണിക്കണം. അച്ഛന്റെ കടലാസുമായിട്ട് പോയി ഇവിടെയുള്ള ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ഒക്കെ പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അവർ ചോദിക്കുന്ന കടലാസ് കാണിച്ചു കൊടുത്താ പോരെ, എന്തിനാ പേടിക്കുന്നത്? നിങ്ങളറിയോ, ആസാമിന്റെ 1980 മുതൽ ആസാമിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സയ്യിദ അൻവർ എന്ന് പറയുന്ന സയ്യിദ അൻവർ തൈമൂർ ഈ രാജ്യത്തെ പൗരത്വ പട്ടികക്ക് പുറത്താണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് 4 വട്ടം MP ആയിരുന്നവർ, ഒരുപാട് തവണ MLA ആയിരുന്നവർ, ഒരു വട്ടം മുഖ്യമന്ത്രി ആയിരുന്നവർ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്നവർ, അവർക്ക് പൗരത്വം തെളിയിക്കാനായിട്ടില്ല എങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരന് അത് സാധ്യമാകുമെന്ന് കരുതുന്നുവോ? രാഷ്ട്രപതിയുടെ കുടുംബത്തിന് സാധിക്കാത്തത് കാർഗിൽ യുദ്ധത്തിലെ വീരചരിത പോരാട്ടങ്ങൾ കൊണ്ട് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിന്റെ മെഡൽ സ്വീകരിച്ചിട്ടുള്ള മുഹമ്മദ് സനാഉള്ളാഹ്ക്ക് സാധിക്കാത്തത് നമ്മളെ കൊണ്ട് സാധ്യമാകുമെന്നാണോ ഈ പറയുന്നത്? അവിടെയാണ് അപകടം അടങ്ങിയിട്ടുള്ളത്. എല്ലാവരും കടലാസ് കാണിക്കേണ്ടി വരും. കടലാസില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതോടെ നമ്മൾ രാജ്യത്തെ പൗരനല്ല.
ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ഇവനെ ഇന്ത്യക്ക് വേണ്ട എന്ന്. എന്നാൽ അവന് രാജ്യത്തെ പൗരനല്ല. നിങ്ങൾക്ക് തോന്നുന്നവരെ അകത്താക്കാനും നിങ്ങൾക്ക് തോന്നുന്നവരെ പുറത്താക്കാനും ഇന്ത്യ നിങ്ങളുടെ തറവാട് സ്വത്തല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ കിസി കാ ബാപ് കാ ഹിന്ദുസ്ഥാൻ തോടി ഹേ. അങ്ങനെ ഒരാളുടെ തന്തയുടെ വകയല്ല ഈ രാജ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ അഭിമാനപൂർവ്വം ഞങ്ങളെ ചോര കൊടുത്തുണ്ടാക്കിയതാണ് ഈ മണ്ണ്. ഞങ്ങളെ ചോര കൊടുത്ത് ഇവിടെ ഈ തടിച്ചു കൂടിയ പുരുഷാരത്തിലേക്ക് നിങ്ങൾ നോക്കൂ. 60 കഴിഞ്ഞവരുണ്ട്, 70 കഴിഞ്ഞവരുണ്ട്, 80 കഴിഞ്ഞവരുണ്ട്. ഈ പ്രായത്തിലും പോരാട്ട വീര്യത്തോടുകൂടെ വെയിൽ കൊള്ളാൻ അവർ വന്നത് തമാശക്ക് വേണ്ടിയല്ല. ജീവൻ കൊടുത്ത സ്വാതന്ത്ര്യം അഭിമാനപൂർവ്വം നിലനിർത്താനാണ്. നിങ്ങളെ കൊണ്ടാവില്ല. ആവർത്തിച്ചു പറയുകയാണ്, 100 നരജന്മമെടുത്താലും നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്ത് NRC നടപ്പിലാക്കാനാവില്ല. 100 നരജന്മമെടുത്താലും ഈ രാജ്യത്ത് തടിമിടുക്കുകൊണ്ട് ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇത് ഇന്ത്യയാണ്. നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഇത് ഇന്ത്യയാണ്. ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കയ്യിലിരിക്കുന്ന അധികാരമുണ്ടല്ലോ, ഈ അധികാരം തന്ന ഭരണഘടനയുണ്ടല്ലോ, സൗകര്യമുണ്ടെങ്കിൽ എഴുത്തും വായനയും അറിയുമെങ്കിൽ ഈ NRCയെ പറ്റി ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഇതാ പറഞ്ഞത്. രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയുടെ വിദ്യാഭ്യാസം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് ചർച്ച നടക്കുമ്പോ ധനകാര്യ മന്ത്രിയെ കാണുന്നില്ല. റെയിൽവേ മന്ത്രി ധനകാര്യത്തെ പറയുകയും ആഭ്യന്തരമന്ത്രി വിദേശകാര്യം പറയുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ത് പറയണമെന്നറിയാതെ നട്ടോട്ടമോടുകയും ചെയ്യുമ്പോ ഭരണപരാജയം മറച്ചുവെക്കാൻ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ലോകത്തിന്റെ മുന്നിൽ അഭിമാനപൂർവം ഇന്ത്യയെ ലോകത്തിന്റെ മുമ്പിൽ, ഈ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കാൻ പ്രാപ്തമാക്കുന്ന ആ മനോഹരമായ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ആമുഖം തുടങ്ങുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നാം ഭാരതീയർ, ഞങ്ങൾ ഇന്ത്യക്കാർ, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിൽ മുഴുവനും തടിച്ചുകൂടിക്കൊണ്ട് ഈ ജനാവലി പറയുകയാണ്, വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഈ ഭാരതീയർ, ഞങ്ങൾ ഈ ഇന്ത്യക്കാർ നിങ്ങളെയാണ് പുറത്താക്കാൻ വേണ്ടി പോകുന്നത്. കടലാസ് കയ്യിൽ വെച്ചോളൂ, ആവശ്യമുള്ളത് മുഴുവനും എടുത്തു വെച്ചോളൂ. നിങ്ങളോട് പൗരത്വം തിരിച്ചു ചോദിക്കാനാണ് ഈ ജനത ആഗ്രഹിക്കുന്നത്. ഇന്ത്യ നിങ്ങളോട് ചോദിക്കുകയാ, സവർക്കറുടെ പിൻതലമുറയോട്, ഷൂനക്കികളുടെ പിൻതലമുറയോട്, ബ്രിട്ടീഷുകാരനോട് മാപ്പ് പറഞ്ഞവരോട്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെടാൻ ഒരു കടുകമണിയുടെ ഇടമുണ്ടോ എന്ന് ഈ രാജ്യം തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് ജനങ്ങൾ ഇടപെടുമ്പോഴാണ്. നമ്മൾ ഇടപെടണം പ്രിയപ്പെട്ടവരെ. ആരുടെയെങ്കിലും മുന്നിൽ തല താഴ്ത്തിപ്പിടിക്കേണ്ടവരല്ല നമ്മൾ. ആരെങ്കിലും പേടിപ്പിക്കുമ്പോ പേടിക്കേണ്ടവരല്ല നമ്മൾ. ഈ രാജ്യത്താണ് പിറന്നതെങ്കിൽ, ഈ നിമിഷം വരെ ഈ രാജ്യത്താണ് ജീവിച്ചതെങ്കിൽ, ഇനിയും അങ്ങോട്ട് മരിക്കൂന്നല്ല പറയേണ്ടത്, മരിക്കുമെന്നല്ല പറയേണ്ടത്. ഇനിയും അങ്ങോട്ട് തല ഉയർത്തി അഭിമാനപൂർവം ഈ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ജനത ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നലകളിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ സ്വാതന്ത്ര്യത്തിന്റെ പടധ്വനിയുമായിട്ട് രണഭൂമികളിലേക്ക് ആവേശത്തിന്റെ തേര് തെളിയിക്കാൻ ഈ തടിച്ചുകൂടിയ ജനതയുടെ മുൻ തലമുറയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ആധുനിക ഇന്ത്യയെ ഹിറ്റ്ലറുടെ ജർമ്മനി പോലെ നശിപ്പിക്കാൻ വരുന്ന ഈ ദിനോസറുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, കരുതിയിരുന്നോളൂ എന്നതാണ്. രാജ്യത്തിന്റെ പൗരബോധം ഉയരുന്ന സമയത്ത് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. അത്തരം നല്ല ദിനങ്ങൾക്ക് വേണ്ടി സമാധാനപൂർണമായ സമരത്തിന്റെ വഴികളിൽ നമ്മൾ സദാ ജാഗ്രതയോടുകൂടെ നിലകൊള്ളണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവേശകരമായ വാക്യമഞ്ജരികളിലൂടെ ജനസാഗരത്തെ